കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ നാം പ്രാർത്ഥിച്ചു വരുന്നൊരു പ്രാർത്ഥനയുണ്ട്. അള്ളാഹുവെ, ഈ റമദാനിലേക്ക് നീ എത്തിക്കണേ. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആദ്യത്തെ 10 നോമ്പും പൂർത്തീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെയും ഉൾപ്പെടുത്തി. വീണ്ടും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവെ, ഈ റമദാൻ പൂർത്തീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ, അതുപോലെ ലൈലത്തുൽ ഖദർ എന്ന പുണ്യരാത്രിയിൽ അനുഗ്രഹം ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ. ഒരു ദിവസം കുറഞ്ഞത് 17 തവണയെങ്കിലും, ഫർള് നമസ്കാരം മാത്രം എടുത്തു നോക്കുകയാണെങ്കിൽ 17 തവണയെങ്കിലും നാം പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, പടച്ചവനെ നീ ഞങ്ങളെ നേർവഴി കാണിച്ചു തരണേ, നീ ഞങ്ങൾക്ക് നേർവഴി കാണിച്ചു തരണേ എന്നുള്ളത്. ഓരോ നമസ്കാരത്തിനിടയിലും നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞ് അതിന് നാം പാപമോചനത്തിനായി തേടുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ റമദാൻ മുതൽ ഈ റമദാൻ വരെ നാം ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ നമ്മൾ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യാറില്ലേ? എത്ര കാരുണ്യവാനാണ് അള്ളാഹു! പ്രാർത്ഥിക്കുന്നവരോട് അള്ളാഹുവിനുള്ള ഇഷ്ടം നമുക്കറിയാവുന്നതാണ്. തന്നെ കൊല്ലാൻ ശ്രമിച്ച സ്വന്തം മകൻ ആശുപത്രി കിടക്കയിൽ വെച്ച് ബോധം തെളിയുമ്പോൾ ആ ഉമ്മ ചോദിക്കുന്നുണ്ട്, എവിടെ എൻ്റെ മകൻ എന്നുള്ളത്. അതിനേക്കാൾ കൂടുതലാണ്, അതായത് മാതാവിന് മക്കളോടുള്ള സ്നേഹത്തേക്കാൾ കൂടുതലാണ് സൃഷ്ടികളോട് സൃഷ്ടാവിനുള്ളത്. പണ്ടെപ്പോഴോ നാം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ ഫലമായിട്ടായിരിക്കാം നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖസൗകര്യങ്ങളൊക്കെ. അതിപ്പോൾ മക്കളുടെ വിദ്യാഭ്യാസമാവട്ടെ, വീട്, സമ്പത്ത്, ഇതൊക്കെ ആവട്ടെ, നാം അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ, നമ്മുടെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളുടെ ഫലമായിട്ടായിരിക്കാം നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരം അനുഗ്രഹങ്ങളൊക്കെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അള്ളാഹുവിനോട് നാം ശുക്ർ ചെയ്യുന്നുണ്ടോ, അള്ളാഹുവിനോട് നാം നന്ദി കാണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നാം ആലോചിക്കേണ്ടതാണ്. ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും, നീ നന്ദിയുള്ളവരാവുക, അങ്ങനെയാണെങ്കിൽ ഞാൻ ആ അനുഗ്രഹങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് ബർക്കത്ത് നൽകും. അള്ളാഹുവിൻ്റെ വചനമാണത്. കാലിന് നീര് വരുന്നത് വരെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, താങ്കളുടെ വന്നതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തന്നതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? പ്രവാചകൻ മറുപടി പറയുന്നുണ്ട്, ഞാൻ നന്ദിയുള്ള അടിമയാവണ്ടേ ആയിഷ. നാം നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് മെസ്സേജ് അയച്ചാൽ ചില മെസ്സേജുകൾ അൺഡെലിവേർഡ് ആവാറില്ലേ? ഡെലിവേർഡായ മെസ്സേജുകൾ നമ്മൾ ബ്ലൂടിക്ക് വരുന്നതുവരെ കാത്തു നിൽക്കാറില്ലേ? ഇനി അഥവാ ബ്ലൂടിക്ക് വന്നാലും മറുപടി ലഭിക്കാൻ വൈകാറില്ലേ? അതുപോലെ തന്നെയാണ് ചില പ്രാർത്ഥനകൾ അള്ളാഹുവിൽ നിന്ന് മറുപടി ലഭിക്കാൻ അല്പമൊക്കെ താമസമുണ്ടാകും. ഇൻഷാ അല്ലാഹ്, അള്ളാഹു എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.